ഹായ് കൂട്ടുകാരെ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. ഞാനൊരു പാട്ട് പാടാൻ പോകുന്നു. എൻ്റെ ഈ സ്പേസിൽ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. ഞാൻ ഗായികയൊന്നുമല്ല, എന്നാലും ഞാൻ പാടും. ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് പാടാൻ കഴിവില്ല, അറിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലരെങ്കിലും ചില സിറ്റുവേഷനിൽ എന്നെ പുറത്താക്കിയിട്ടുണ്ട്, അപമാനിതയാക്കിയിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്. പിന്നെ ഒരു മോട്ടിവേഷൻ എന്ന വണ്ണം ഈ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് ചിലരെങ്കിലും വിഷമിച്ചിരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും പാട്ട് പാടാം. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാടാണ്. ചിലർക്ക് പാട്ട് പാടാനുള്ള കഴിവ് ജന്മസിദ്ധമായിട്ട് കിട്ടും. ചിലർ എന്ത് ചെയ്യണം, പാട്ട് പഠിക്കേണ്ട വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിരന്തരം ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പേഴ്സണൽ സ്പേസിൽ നമ്മൾ പാട്ട് പാടാം. ഈ ബാത്റൂം സിംഗർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെ പാടി ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ പുഴയിലൊക്കെ കാണുന്ന വെള്ളാരങ്കല്ലില്ലേ, മിനുസുള്ള കല്ല്, അതെങ്ങനെയാണ് രൂപത്തിലാവുന്നത്? അത് പുഴയിൽ നിന്ന് ഉണ്ടാവുന്നതല്ല. ഈ മല മുകളിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ അടർന്ന് വീണ് അതിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ വരുമ്പോൾ പുഴയിൽ ചെന്ന് പതിച്ച് കഴിയുമ്പോൾ നല്ല മിനുസമുള്ള കല്ലായിട്ട് മാറും. എന്ന് പറഞ്ഞ പോലെ രാഗവും താളവും ഇല്ലാത്തവരും ഇതുപോലെ സ്വരം പറ്റൂല, സ്വരം കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ എല്ലാ ഗായകർക്കും സ്വരം നല്ലതൊന്നും അല്ലല്ലോ. ചിലപ്പോൾ രാഗവും താളവും അതിൽ വന്നു കഴിഞ്ഞാൽ ആ സ്വരം ഭംഗിയില്ലെങ്കിലും അത് ആളുകൾക്ക് കേട്ടി ഇരിക്കാൻ പാകത്തിനുള്ളതായിട്ട് മാറും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം ഉൾക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാടാം. ഓക്കെ, എന്നെ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിഴലേ ഞാൻ നിന്നെ പിന്തുടരുമ്പോൾ നീങ്ങുകയാണോ നീ, അകലെ നീങ്ങുകയാണോ നീ, അഴലേ ഞാൻ നിന്നെ നിന്നകലുമ്പോഴെല്ലാം അടുക്കുകയാണോ നീ, എന്നിലേക്കടുക്കുകയാണോ നീ. ഓ ഓ എൻ്റെ പാട്ട് അത്ര ബോറൊന്നും അല്ലല്ലോ കൂട്ടുകാരെ. ഇനിയും ഇതുപോലെ പാട്ടുകളായിട്ട് ഞാൻ വരും, ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും. അപ്പോൾ അതുവരെ ബൈ.